നമസ്കാരം. അഗ്നിഹോത്രികളുടെ 2025 മെയ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലം. ഉത്രാടം നക്ഷത്രം. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2025 മെയ് 1 മുതൽ 31 വരെ, അതായത് മേടം 18 മുതൽ ഇടവം 17 വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്രഫലങ്ങളാണ് നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. നിങ്ങളുടെ സമ്പത്ത് വർദ്ധിക്കുന്ന സമയമാണ്. കർമ്മമണ്ഡലങ്ങൾ ഏതായാലും പ്രവർത്തന രംഗത്ത് വളരെ അനുകൂലമായ സമൂല മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. ഒരുപാട് കാലമായി പരിശ്രമിക്കുന്ന കാര്യങ്ങൾ ഫലവത്തായി കാണുന്ന സമയമാണ്. ജോലിക്കാരാണെങ്കിൽ ശമ്പള വർധനവ്, ഔദ്യോഗിക രംഗത്ത് പല സന്തോഷാനുഭവങ്ങളും ഉണ്ടാകുന്നു. വിദേശത്തേക്ക് മാറുവാൻ ഉദ്ദേശമുള്ളവരാണെങ്കിൽ വിദേശത്ത് ജോലി ലഭിക്കുവാൻ സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങളുടെ കുടുംബജീവിതം സന്തോഷകരമായി മാറുന്നതായും, ഇനി നിങ്ങൾ സർക്കാർ ജീവനക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിധത്തിലുള്ള ആഗ്രഹിച്ച സ്ഥലം മാറ്റവും ഉണ്ടാകുന്നു. തീർത്ഥയാത്രകളിലും ക്ഷേത്ര സന്ദർശനങ്ങളിലും ബന്ധുമിത്രാദി കുടുംബ സന്ദർശനങ്ങളിലും മറ്റു ദാനധർമ്മ പ്രവൃത്തികളിലും ഏർപ്പെടുവാനുള്ള ഭാഗ്യാവസരങ്ങളും കാണുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ നടത്തേണ്ടതാണ്. ഇനി അന്യനാട്ടിൽ കഴിയുന്നവരാണെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളിലൂടെയോ സുഹൃത്തുക്കളിലൂടെയോ വഴിപാടുകൾ നടത്താവുന്നതാണ്. നിങ്ങളുടെയും നിങ്ങളുടെ ജീവിത പങ്കാളിയുടെയും കർമ്മഭാഗ്യം കൊണ്ട് ചില അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടായിത്തീരുന്നതായി മനസ്സിലാവുന്നു. കുടുംബാംഗങ്ങളുടെ എല്ലാം ആരോഗ്യം വളരെ തൃപ്തികരമാണ്. ഉണ്ടായിരുന്ന ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പോലും ഒഴിവാകുന്നതായി കാണുന്നു. മുൻപുണ്ടായിരുന്ന അപവാദങ്ങൾ, ദുഷ്പേര്, ദുരാരോപണങ്ങൾ തുടങ്ങിയവ മാറിക്കിട്ടുന്ന സമയമാണ്. കുട്ടികളില്ലാത്ത ദമ്പതികളാണെങ്കിൽ സന്തോഷ വാർത്തകൾ കേൾക്കുവാൻ ഇടയാകുന്നതാണ്. ബിസിനസ്സുകാരാണെങ്കിൽ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും നിലവിലുള്ള ബിസിനസ് വിപുലീകരിക്കുവാനുമുള്ള സാധ്യത കാണുന്നു. തീർച്ചയായും വിജയവും ബിസിനസ് നേട്ടവും തന്നെയാണ് ഇവർക്ക് കൈവരുവാൻ പോകുന്നത്. സിനിമ, രാഷ്ട്രീയം, അധ്യാപനം, ബാങ്കിങ് തുടങ്ങി മേഖലകളിലുള്ളവർക്കെല്ലാം തന്നെ താരതമ്യേന നല്ല ഒരു സമയമാണ്. അവിവാഹിതരാണെങ്കിൽ നിങ്ങളുടെ വിവാഹം നടക്കുവാൻ സാധ്യത തെളിയുന്നുണ്ട്. നിങ്ങൾക്ക് പുതിയ ഗൃഹത്തിലേക്ക് താമസം മാറുവാൻ സാധിക്കുന്നതായി കാണുന്നു. വിദേശത്ത് ജോലിയായാലും ബിസിനസ് ആയാലും സംബന്ധിച്ച സാധ്യതകൾ തെളിയുന്നതായാണ് മനസ്സിലാവുന്നത്. നിങ്ങൾക്ക് പങ്കുകച്ചവടം ലാഭകരമായി കാണുന്നു. ബന്ധുക്കളുടെയും അടുത്ത സുഹൃത്തുക്കളുടെയും സഹകരണവും വളരെ ഗുണകരമായി കാണുന്നുണ്ട്. തർക്കങ്ങളിലോ നിയമപ്രശ്നങ്ങളിലോ ഉള്ള അനുകൂലമായ തീരുമാനങ്ങൾ നിങ്ങളെ വളരെയധികം ആത്മവിശ്വാസത്തോടെയും ഊർജത്തോടെയും കൂടുതൽ ജീവിത വിജയങ്ങൾ നേടുന്നതിന് പ്രചോദിപ്പിക്കുന്നു. വിവാഹിതരാണെങ്കിൽ നിങ്ങളുടെ മുതിർന്ന സന്താനത്തിന് ജോലി ലഭിക്കുന്നതായി കാണുന്നു. പൊതുവെ കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നതായാണ് കാണുന്നത്. പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ വരുമാനവും അതിനനുസരിച്ച് തന്നെ വർദ്ധിക്കുന്നതായി കാണുന്നു. നിങ്ങളുടെ സന്താനങ്ങളിലൂടെ വന്നു ചേരുന്ന ഭാഗ്യാനുഭവങ്ങൾ സന്തോഷവും സമാധാനവും നേടിത്തരുന്നു. സഹോദരങ്ങളുടെ കുടുംബജീവിതം താരതമ്യേന സന്തോഷകരമായിരിക്കും. സഹോദരങ്ങൾക്ക് ദൈവാധീനം കുറഞ്ഞ സമയമാണ് തുടർമാസങ്ങളിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങളിലുള്ള ശ്രദ്ധ അഭിലഷണീയമാണ്. സഹോദരർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. അവർ വിദ്യാർത്ഥികളാണെങ്കിൽ പഠനകാര്യങ്ങളിൽ അലസരാവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടത് ഗുണകരമാവുമെന്ന് പറയുന്നത്. പിതൃസ്ഥാനത്തുള്ളവർക്ക് ചെറിയ ദോഷങ്ങൾ കാണുന്നുണ്ട്. അതിനാൽ അവരുടെ ആരോഗ്യകാര്യങ്ങളിലും ക്ഷേമ പ്രവർത്തനങ്ങളിലും എല്ലാത്തിലും തന്നെ ശ്രദ്ധ കാണിക്കുന്നത് ഗുണം ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് തുടർമാസങ്ങളിൽ ഭൂമി വാങ്ങുകയോ പുതിയ ഗൃഹനിർമ്മാണവുമായുള്ള പ്രവർത്തനങ്ങളിലോ ഏർപ്പെടുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. കൂടാതെ നിങ്ങൾ അവിവാഹിതരാണെങ്കിൽ പ്രണയബന്ധങ്ങൾക്കുള്ള സാധ്യത, വിവാഹബന്ധത്തിലേക്ക് എത്തിക്കാവുന്ന തരത്തിലുള്ള പ്രണയബന്ധങ്ങൾ ഉടലെടുക്കുന്ന സമയമായാണ് കാണുന്നത്.
വാഹനോപയോഗം ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതായി കാണുന്നു. കൂടാതെ അവനവൻ്റെ ജീവിത പരിജ്ഞാനവും മുതിർന്നവരുടെയും അനുഭവ സമ്പത്തുള്ള ഗുരുനാഥന്മാരുടെയും ഉപദേശങ്ങൾ സ്വീകരിച്ചു മാത്രമേ പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുവാൻ പാടുള്ളതുള്ളൂ എന്നതും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. നവഗ്രഹ ക്ഷേത്രങ്ങളിലും മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലും കൂടാതെ നിങ്ങളുടെ ദേശത്തെ എന്ന് പറഞ്ഞത് നിങ്ങളുടെ തട്ടകത്തെ, ജന്മസ്ഥലത്തെയോ താമസ സ്ഥലത്തെയോ ക്ഷേത്രങ്ങളാണ്. ഇവിടങ്ങളിൽ ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ നടത്തേണ്ടതുണ്ട്. ഇത് വളരെ ശ്രദ്ധാപൂർവം തന്നെ നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു. ജാതിമത ഭേദമന്യേ അവരവരുടെ ആരാധനാലയങ്ങളിലും പുണ്യസ്ഥലങ്ങളിലും ഉത്തമ ദിവസങ്ങളിൽ സന്ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഗുണഫലാർഹവും ഈശ്വരാനുകൂലം വർദ്ധിക്കുന്നതിനും സഹായകമായി തീരുന്നു. 1, 11, 17, 21, 27, 31 എന്നീ തീയതികൾ ശുഭകാര്യങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. അശ്വതി, പൂരം, പൂയം, മകയിരം, ഉത്രം, അനിഴം, അവിട്ടം, ചതയം, ഉത്രട്ടാതി, രോഹിണി, അത്തം, മൂലം, തിരുവോണം എന്നീ നക്ഷത്രങ്ങളാണ് ഉത്രാട നക്ഷത്ര ജാതർക്ക് വളരെ അനുകൂലമായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സൗഹൃദത്തിലും നിങ്ങളുടെ പങ്കാളിത്ത ബിസിനസ്സിലും ശുഭകാര്യങ്ങളുടെ ചർച്ചകളിലും തീരുമാനങ്ങളിലും ഈ നക്ഷത്ര ജാതരെ കൂടി ഉൾപ്പെടുത്താവുന്നതാണ്. 1 ആണ് ഉത്രാട നക്ഷത്ര ജാതരുടെ ഭാഗ്യസംഖ്യ. മഞ്ഞ, ചുവപ്പ്, ഓറഞ്ച് എന്നിവയാണ് ഭാഗ്യനിറങ്ങൾ. ഞായറാഴ്ച ദിവസങ്ങൾ ഉത്രാട നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമാണ്. ശുഭകാര്യങ്ങൾ ആരംഭിക്കുന്നതിനായി നിർദ്ദേശിച്ചിട്ടുള്ള തീയതികളിൽ നിർദ്ദിഷ്ട നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ അണിയുന്നതും നിയുക്ത ദിവസങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്നതും ഏറെ ഗുണപ്രദമായി കാണുന്നു. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാന ലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള പിതൃ, കർമ്മ, ഗ്രഹ, രാശി, നക്ഷത്ര ദോഷനിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.